അപ്പോൾ പുതിയ കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. കഴിഞ്ഞതത്രയും ഒരു ദുസ്വപ്നം പോലെ തോന്നുന്നു ദേവയാനിക്ക്. ഒരു നാട് മുഴുവൻ ചട്ടമ്പി എന്ന് വിളിക്കുന്നവനാണ് തൻ്റെ കഴുത്തിൽ ഇപ്പോൾ താലി ചാർത്തിയിരിക്കുന്നത്. എത്രയോ വട്ടം നിരസിച്ചു കളഞ്ഞതാണ് അവൻ്റെ ഇഷ്ടം. എന്നിട്ടും അവൻ്റെ പണം കൊണ്ട് അവൻ തനിക്ക് വിലയിട്ടിരിക്കുന്നു. ദേവു കരഞ്ഞുകൊണ്ട് ഓർത്തുപോയി. കണ്ണിൽ ചോരയില്ലാത്തവനാണ് അഭിമന്യു. അങ്ങനെയാണ് ചെറുപ്പം മുതൽ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അനുഭവിച്ചറിയാമല്ലോ. അച്ഛൻ കൊടുക്കാനുള്ള പലിശപ്പണത്തിന് പകരം അയാൾ ആവശ്യപ്പെട്ടത് തൻ്റെ ജീവിതമാണ്. ആയുസ്സൊടുങ്ങും വരെ തന്നെ അയാൾക്ക് ഭാര്യയായി കിട്ടിയാൽ അയാൾക്ക് തരാനുള്ള പണം വേണ്ടെന്ന് പോലും. അച്ഛൻ ആ ഓഫറിൽ വീണുപോയി. അല്ലെങ്കിലും അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛന് താൻ ഒരു ശല്യം തന്നെയായിരുന്നു. എന്തോ ഇഷ്ടമില്ലാത്ത പോലെയാണ് അച്ഛൻ്റെ പെരുമാറ്റം. അതിനെ ഊട്ടിയുറപ്പിക്കാൻ ചെറിയമ്മയും മക്കളും ഉണ്ടല്ലോ. ദേവു കണ്ണുനീർ തുടച്ചു. അനാഥനാണ് മേലേടത്തെ അഭിമന്യു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവൻ. തന്നെ വിടിട്ട് കൊന്നാൽ പോലും അയാളോട് ആരും ചോദിക്കില്ല. പേടിയാണ് അയാളെ എല്ലാവർക്കും. ദേവു ഉള്ളിൽ ഓർത്തുപോയി. വിവാഹം കഴിഞ്ഞ് ആ വീട്ടിൽ വന്ന ആ നിമിഷം തുടങ്ങിയതാണ് ദേവു ആ കരച്ചിൽ. ഇതുവരെ അത് നിന്നിട്ടില്ല. അയാൾ അഭിമുഖീകരിക്കേണ്ട കാര്യം ഓർക്കുമ്പോൾ അവൾക്ക് ഇപ്പോഴും ഉള്ളിൽ ഒരു വിറയലാണ്. അഭിമന്യു വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ചുമരിനോട് ചേർന്ന് മുട്ടിൽ തലവച്ചിരിക്കുന്ന ദേവിയെ. അഭിയുടെ ഉള്ളം ഒന്ന് തുടിച്ചു. അത് പ്രിയപ്പെട്ടവളുടെ സാന്നിധ്യത്തിന് വേണ്ടി മുറവിളി കൂട്ടി. പാടുപെട്ട് ശരീരത്തെ അടക്കുമ്പോഴേക്കും ഹൃദയം ചതിച്ചു കഴിഞ്ഞിരുന്നു അവനെ. നിൻ്റേതല്ലേ, നിൻ്റെ ഭാര്യയല്ലേ, നിന്നെ പ്രണയിക്കുന്നവളല്ലേ എന്ന് അത് ഉള്ളിൽ ചോദിച്ചുകൊണ്ടിരുന്നു. പൊടുന്നനെ നിശ്ചലമായ കാലുകൾ വേഗത്തിൽ ദേവിയുടെ അടുത്തേക്ക് ചലിച്ചു. പതിയെ അവൻ ദേവുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവളെ തന്നെ നോക്കി. നെറുകയിൽ ഒന്ന് തലോടാൻ ഒരുങ്ങിയ വിരലുകളെ അഭി പണിപ്പെട്ട് അടക്കി. പൊടുന്നനെ മുഖമുയർത്തി നോക്കിയ ദേവു കാണുന്നത് തൻ്റെ തൊട്ടരികിലിരിക്കുന്ന അഭിയെയാണ്. ദേവു കരഞ്ഞു വീർത്ത കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവനെ ഒന്നുകൂടെ ഒന്ന് ഇരുത്തി നോക്കി. ദേഷ്യാണോ എന്നോട്? ഒട്ടും മാറ്റമില്ലാതെ അഭി ദേവുവിനെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. സ്നേഹിക്കപ്പെടാൻ നിങ്ങൾ ഇന്നോളം ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്തു കൂട്ടിയിട്ടുണ്ടോ? ഇന്നേ വരെ ചെയ്തതത്രയും മറ്റുള്ളവരുടെ ശാപവും ദേഷ്യവും ഏറ്റുവാങ്ങാനുള്ള കാര്യങ്ങൾ തന്നെയല്ലേ? ദേവുവിൻ്റെ സ്വരം ഉയർന്നു. കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് തെന്നിത്തെറിച്ചു വീണു. അവൾക്കിപ്പോൾ അവനോട് പേടിയേക്കാൾ കൂടുതൽ ദേഷ്യമാണ്. അഭിക്ക് ദേഷ്യം വന്നു. ഉള്ളിലുള്ളതൊന്ന് പറയാൻ പോലും അവൾ സമ്മതിക്കുന്നില്ല. അത്രയും ഇഷ്ടമാണ് അവൻ അവളോട്. ദേ, എവിടെ കിടന്ന് മോങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ ഒരൊറ്റ വീക്കങ്ങ് തരും. അഭി കൈമുട്ടൊന്ന് മടക്കി തല്ലാൻ എന്ന പോലെ പതിയെ ആഞ്ഞു. ഞൊടിയിടയിൽ ദേവു കരച്ചിലങ്ങ് അടക്കി. ഓ, അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അനുസരണശീലമുണ്ട്. ഇനി ഇല്ലെങ്കിലും അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റും കേട്ടോ. മൗനമായിരിക്കുന്ന ദേവുവിനെ തന്നെ നോക്കിക്കൊണ്ട് അഭി പതിയെ ചിരിച്ചു. ഇനിയും ഈ തറയിലിരുന്ന് കരയാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല ദേവു. എഴുന്നേറ്റ് പോയി മുഖമൊക്കെ ഒന്ന് കഴുകി വാ ആദ്യം. എന്നിട്ട് അടുത്ത യുദ്ധത്തിനുള്ള കച്ച മുറുക്കാം. എന്നെ ഒന്ന് തനിയെ വിടാവോ? നിങ്ങളുടെ താളത്തിനനുസരിച്ച് തുള്ളാൻ ഞാൻ ചരടി കോർത്ത പാവമൊന്നുമല്ല. ദേവി ദേഷ്യമടക്കാൻ പറ്റാത്ത പോലെ തോന്നി. ഒരൊറ്റൊരു നിമിഷത്തെ വ്യത്യാസത്തിൽ അഭി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് മുണ്ടും മടക്കി ഉടുത്തു. മര്യാദക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലേ? ചോദ്യം തീർന്നതും അഭി അവളുടെ വലത്തെ കയ്യിൽ പിടിച്ചു വലിച്ചൊന്ന് പൊക്കിക്കൊണ്ട് അണച്ചു പിടിച്ചു. വിടെന്നെ! ദേവു നിന്ന് കുതറി. അഭി തെല്ലുമയങ്ങില്ലെന്ന് മാത്രമല്ല അവളെ ഒന്നുകൂടെ ചേർത്തങ്ങ് പിടിച്ചു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ചോദ്യത്തിനൊപ്പം അവളുടെ നെറ്റിയിൽ ചുളിഞ്ഞുപോയി. നീ നേരത്തെ പറഞ്ഞല്ലോ, പിടിച്ചു വാങ്ങിയും ഭീഷണിപ്പെടുത്തിയും ഓരോന്ന് നേടിയെടുത്താണ് എനിക്ക് ശീലമെന്ന്. അതങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കണം, അത്ര തന്നെ. അവൾ അഭിയുടെ മുഖത്ത് നിന്നും നോട്ടം മാറ്റാതെ നിന്നുപോയി. എന്താടി ഉണ്ടാക്കണി നോക്കുന്നേ? നിനക്ക് എന്നെ മാത്രം അങ്ങ് കണ്ണിൽ പിടിക്കുന്നില്ല അല്ലേ? വീർത്ത് വന്ന അവളുടെ കവിളിലെ നുണക്കുഴിയിൽ അവൻ അല്പം ബലമായി തന്നെ ചൂണ്ടുവിരൽ കൊണ്ട് ഒരു കുത്തങ്ങ് കൊടുത്തു. അവൾ വീറോടെ മുഖം വെട്ടിച്ചു കളഞ്ഞു. ദേ, ഇടഞ്ഞു നിൽക്കാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ 2 കാലും കൂടെ ഞാൻ അങ്ങ് തല്ലിയൊടിക്കും കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ദേവു അവനെ തറപ്പിച്ചൊന്ന് നോക്കി.
ഇങ്ങനെ നോക്കാതെ എൻ്റെ ദേവി. എൻ്റെ ഹൃദയത്തിൻ്റെ ഏതോ ഒരറ്റത്ത് നിന്റെ നോട്ടങ്ങൾ അത്രയും പിടഞ്ഞു വീഴുന്നുണ്ട്. അതൊക്കെ ജീർണിക്കാതെ അവിടെ കിടന്ന് തളിർത്തു തുടങ്ങിയിട്ടുണ്ട്. ദേ, അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടിയതാ നിന്നെ ഇപ്പോൾ. നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ ഞാൻ ഏതറ്റം വരെയും പോവും. അത്രക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്നെ. അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ തൊടുന്നത് പോലും. അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അവനൊന്ന് ചിരിച്ചു. അത്രയും മനോഹരമായി. ദേവു ആ ചിരിയിൽ നിന്ന് ഉരുകി. വിയർപ്പ് പൊടിഞ്ഞ നാസികത്തുമ്പിൽ അവൻ്റെ ഒരു കുഞ്ഞു മുത്തം പെയ്തിറങ്ങി. ശക്തമായൊരു മഴ മണ്ണിനെ പുൽകി. അവളിലെ പെണ്ണൊന്ന് കോരിത്തെരിച്ചു. ഒരു വട്ടം ഞാൻ ഒന്ന് ഇറുകെ കെട്ടി പിടിച്ചോട്ടെ നിന്നെ, ഒന്ന് ചേർത്ത് പിടിച്ചോട്ടെ. കാറ്റുപോലും കടക്കാത്ത വിധം അത്രയും അടുത്ത് നിൽക്കുന്നവൻ പോലെ. എനിക്കൊരു നിമിഷം നിന്നെ വേണം. എൻ്റേതാണെന്ന് ഊട്ടിയുറപ്പിക്കണം എനിക്ക്. മറ്റൊരുത്തൻ്റെ നിഴൽ പോലും നിന്നിൽ വീഴുന്നത് എനിക്ക് സഹിക്കില്ല. നീ എൻ്റേതല്ല ദേവി. ചോദിച്ചു തീരുന്നതിന് മുമ്പേ അഭി അവളെ ചേർത്തണച്ചു പിടിച്ചിരുന്നു. ഒപ്പം അവളുടെ കാതിലെ കുഞ്ഞു കമ്മലിൽ അവൻ്റെ പല്ലുകൾ ആഴ്ന്നു. അവൾ അവൻ്റെ തോളിൽ പിടിച്ചൊന്ന് ഉയർന്നു. സ്വബോധം വീണ്ടെടുത്ത തൊട്ടടുത്ത നിമിഷം ദേവി അവനെ തള്ളി മാറ്റിക്കൊണ്ട് മുഖം താഴ്ത്തിക്കളഞ്ഞു. ദേ, ഇപ്പോൾ ഇത്രയും മതി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ ആഗ്രഹം അങ്ങ് വരും. ബാക്കി അപ്പോൾ പറഞ്ഞു മനസ്സിലാക്കാമെന്നൊരു ഘട്ടം കഴിഞ്ഞുപോയി. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നേരെയാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അഭി ഒറ്റക്കണ്ണിറുക്കി അവളെ തന്നെ ഒന്ന് നോക്കി ചിരിച്ചു. നിങ്ങളെന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ? ദേവുവിന് ദേഷ്യം അടക്കാൻ കഴിയാതെ അവൾ അഭിയെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ല, ഒന്ന് പ്രണയിക്കാൻ. കുറേ കാലമായല്ലോ. നീ ഇന്ന് പിണക്കം മാറ്റും, നാളെ പിണക്കം മാറ്റുമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഉള്ള സ്നേഹം അത്രയും ഉള്ളിലൊതുക്കി നടക്കുന്നു. ഇനിയിപ്പോൾ പറ്റുന്ന പോലെ അങ്ങ് തരാനാ ഉദ്ദേശം. സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ നീ തിരിച്ചതാ. അഭി ദേവുവിൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. രാവണപ്രണയം എന്ന് കേട്ടിട്ടുണ്ടോ നീ? വശ്യമായ ചിരിയോടെ തന്നെ ഒന്ന് തൊടുക പോലും ചെയ്യാതെ മിഴികൾ കൊണ്ട് ചുംബിച്ച് ചോദിക്കുന്നവൻ്റെ നോട്ടത്തിൽ കുടുങ്ങിപ്പോയി ദേവു. കേട്ടിട്ടുണ്ടോടി നീ? മീശ ഒന്ന് പിരിച്ചു വെച്ച് അവളിലേക്ക് ഒന്നുകൂടെ അടുത്ത് ചോദിക്കുന്നവനെ കാണെ ദേവു ഉമിനീർ വിഴുങ്ങിപ്പോയി. ഇല്ലിക്കാടിൻ്റെ വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന ഒറ്റയടി പാതയിലൂടെ മലമുകളിലേക്ക് കയറവേ ദേവുവിൻ്റെ കാലൊന്നിടറി. ഏയ്, സൂക്ഷിച്ച്. അഭി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് തന്നോട് ചേർത്ത് നിർത്തി. മറുപടിയായി ദേവു കനലിൽ പൊതിഞ്ഞൊരു നോട്ടം അങ്ങ് നോക്കി. ഇങ്ങനെയൊന്നും നോക്കാതെ എൻ്റെ ദേവി, ഞാൻ ഭസ്മമായി പോവില്ലേ? അഭി ചിരിച്ചുകൊണ്ട് കളി പറഞ്ഞു. ഇനി മുതൽ പറയുന്നത് അത്രയും അനുസരിച്ചില്ലെങ്കിൽ ബാക്കി അംഗം നിന്റെ ശരീരത്തോടാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അവളെ ഇങ്ങ് കൊണ്ടുവന്നത്. കെഞ്ചിയിട്ടും പിന്നാലെ നടന്നിട്ടും കാര്യമില്ല. തൻ്റെ ഇഷ്ടം അവൾ തിരിച്ചറിയുന്നവരെ ഇങ്ങനെ ഓരോന്ന് ചെയ്തും പറഞ്ഞു വേണം ആളെ ഒന്ന് മെരുക്കിയെടുക്കാൻ അഭി ഓർത്തുപോയി. ഇടത്തെ കൈയിൽ അവളുടെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ട് അഭി. ആ പിടുത്തം വിടുവിക്കാൻ ദേവു പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. നോക്കെത്താ ദൂരത്തെല്ലാം ഉയരമുള്ള മലനിരകൾ, ചെറിയ നീരൊഴുക്കുകൾ, വീശിയടിക്കുന്ന ഇളം കാറ്റ്, അതിനുമപ്പുറം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന കാപ്പിയുടെ ഗന്ധം. ദേവു അല്പം മാറി നിന്നുകൊണ്ട് ശ്വാസം വലിച്ചെടുത്തു. തണുത്ത വായു ആത്മാവോളം എത്തുന്ന പോലെ അവൾക്ക് തോന്നി. ഇന്നലെ ഉച്ച തിരിഞ്ഞ് തിരിച്ചതാണ് ഇങ്ങോട്ട്. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ മധുവിധ ആഘോഷിച്ചില്ലല്ലോ, ഒന്ന് ആഘോഷിച്ചേക്കാം എന്നായിരുന്നു രാവണൻ്റെ മറുപടി. കൂടെ വരാൻ തയ്യാറല്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പിടിയും വലിയും കൂടിയെങ്കിലും ഒടുവിൽ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കുകയായിരുന്നു തന്നെ. ആളുടെ കൂടെ ഇങ്ങനൊരു യാത്രയൊക്കെ എത്രയോ സ്വപ്നം കണ്ടിരിക്കുന്നു. പക്ഷെ പിണക്കം മാറി വരുമ്പോഴേക്കും അടുത്ത പിണക്കത്തിനുള്ള വഴിയൊരുക്കും ആശാൻ. തട്ടുകടയിൽ നിന്നും ചൂടുള്ള കട്ടൻ കാപ്പിയുമായി എനിക്കരികിലേക്ക് വരുന്നവനെ കണ്ടിട്ടും കാണാത്ത പോലെ തന്നെ നിന്നു. ഒരു ഗ്ലാസ്സിൽ കറുത്ത കട്ടൻ കാപ്പി ഒന്ന് എനിക്ക് നേരെ നീണ്ടുവന്നു. ഉള്ളിൽ കുളിരുന്നുണ്ടെങ്കിലും ഞാൻ മുഖം വെട്ടിച്ച് കളഞ്ഞു. എനിക്കൊന്നും വേണ്ട. ദേവു ചുണ്ടൊന്ന് കൂട്ടി. അതെന്താടി നിനക്ക് വേണ്ടാത്തത്? ചോദിച്ചു തീരുമ്പോഴേക്കും അഭി അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഗ്ലാസ് അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചിരുന്നു. മുഖം വെട്ടിച്ചു മാറ്റാൻ ഒരുങ്ങിയവളെ ഒന്നുകൂടെ അടക്കി പിടിച്ചുകൊണ്ട് അവൻ ബലമായി തന്നെ കാപ്പി കുടിപ്പിച്ചു തുടങ്ങി. ഓരോ വട്ടവും അവൻ ഊതി പാകപ്പെടുത്തിയ ഗ്ലാസ് അവൾക്ക് നേരെ നീണ്ടുവന്നു. കുത്തനെയുള്ള ചവിട്ടുപടികളും കുന്നുമൊക്കെ കയറി ഉയരത്തിലെത്തിയപ്പോൾ
കരിങ്കലിൽ കൊത്തിയ കൂറ്റൻ പ്രതിമകളെ കാണെ ദേവുവിൻ്റെ മിഴികൾ വിടർന്നുപോയി. കുറവൻ കുറവത്തി പ്രതിമ, രാമനെയും സീതയെയും ഗോത്രസങ്കല്പത്തിൽ കൊത്തിയ പ്രതിമ. ദേവു നെറ്റി ചുരുക്കിക്കൊണ്ട് അഭിയെ ഒന്ന് ഇരുത്തി നോക്കി. അഭി ഒന്ന് ചിരിച്ചുകൊണ്ട് അവളെ പൊതുങ്ങി പിടിച്ചു. തണുത്ത കാറ്റിൽ അവൻ്റെ ദേഹം അവൾക്ക് പുതപ്പായി. അത് കണ്ടോ ദേവി നീ? അവൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. അഴകൂതുന്ന ഗ്രാമക്കാഴ്ചകൾക്ക് നടുവിലൂടെ മലമുകളിൽ ഒരു പാറയിടുക്ക്, കടൽ പിൻവാങ്ങി കരയായി തീർന്ന പ്രദേശം. പലയിടത്തും കടലിൻ്റെ കയ്യൊപ്പ് കാണാം. ദേവു കണ്ണു ചിമ്മി അവനെ തന്നെ ഒന്ന് നോക്കി. രാമക്കൽമേട്. രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് രാമൻ ശ്രീലങ്കയിലേക്ക് പോയ വഴിയെ ഇവിടെ ഇരുന്നത്രേ. ദേ ആ പാറകളിൽ ഒന്നിൽ ഒരു കൂറ്റൻ കാൽപ്പാടുണ്ട്. അഭി പറഞ്ഞു നിർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. നോക്കിക്കേ, ഇപ്പോഴും ദേവി രാവണൻ്റെ കയ്യിൽ തന്നെ. രാമൻ ഓടിയതൊക്കെ മിച്ചം. അഭി ഒന്നോടെ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. ദേവുവിന് അവൻ്റെ ഇടനെഞ്ചിൽ പതുങ്ങാൻ തോന്നി. പക്ഷെ അന്നേരവും അവൻ മുന്നേ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അവളെ വിലക്കിക്കൊണ്ടിരുന്നു. കാപ്പിത്തോട്ടങ്ങൾക്കും ഏലത്തോട്ടങ്ങൾക്കും മീതെ കമ്പം താഴ്വര നോക്കി നിൽക്കുന്ന പാറക്കെട്ടിനരികിൽ ഇരുവരും മുഖത്തോട് മുഖം നോക്കി നിന്നു. കിഴക്ക് നിന്നു ഒരു കാറ്റ് വീശിയടിച്ചു. കാറ്റാടി മരങ്ങൾ വൈദ്യുതി ഉണ്ടാക്കുന്ന തിരക്കിൽ ഓടിക്കൊണ്ടിരുന്നു. ഉള്ളിൽ ഒരു പ്രണയക്കടൽ ഇരമ്പി രാവണനും അവൻ്റെ ദേവിയും മിഴികൾ ചിമ്മാതെ നോക്കി നിന്നു. ഇടയ്ക്കെപ്പോഴും ആത്മനിയന്ത്രണത്തിൽ ഒരു പോറൽ വീണതറിയെ അഭിയുടെ കൈകൾ ദേവുവിൻ്റെ മുഖം പൊതിഞ്ഞു പിടിച്ചിരുന്നു. അവൻ്റെ കൈക്കുമ്പിളിൽ കാട്ടുതേനിൻ്റെ നിറമുള്ള ഒരു കുഞ്ഞു പൂങ്ക പരിഭ്രമപ്പെട്ടു. ഒന്ന് ചുംബിക്കാതെ വെയ്യെനിക്ക്. അവൻ്റെ സ്വരം മൃദുലമായി. ദേവി ആ സ്വരത്തിൽ പൂത്തുലഞ്ഞു പോയി. ഒരു കുഞ്ഞു ഈറൻമേഘം കണ്ണുപൊത്തി പെയ്തിറങ്ങി. നനഞ്ഞു തുടങ്ങിയ അഴകളവുകളിൽ ഓടുന്ന അവൻ്റെ നീലമിഴികൾ അവളിൽ സുഖമുള്ള മിന്നൽ പിണർപ്പുകൾ സൃഷ്ടിച്ചു. പരിഭവത്തിൻ്റെയും പിണക്കത്തിൻ്റെയും മൂടുപടം അതിനുമേൽ വിരിക്കാൻ ഒരുങ്ങിയവളെ അഭിമന്യുവിൻ്റെ കാന്തം പിടിച്ച നോട്ടം തട്ടി നീക്കി. നീ എന്തൊരു സുന്ദരിയാണെന്നോ. ചെവിക്കരികിൽ ആ ശബ്ദം പിന്നെയും. അഭിമന്യുവിൻ്റെ ജീവിതത്തിൽ കോടമഞ്ഞിലും വേനലിലും മഴയിലുമെല്ലാം വസന്തം തീർത്ത കാട്ടുപൂവാണ് നീ. പൂജക്കെടുക്കാത്ത പൂവാണോ വസന്തം പഴുത്തിയതെന്ന് ചോദിച്ചു കളയല്ലേ ദേവി. അഭി അന്നും ഇന്നും നിന്നെ പൂജിച്ചിട്ടുള്ളൂ. ശരീരത്തിൻ്റെ, ഹൃദയത്തിൻ്റെ, വികാരങ്ങളുടെ ചാബല്യങ്ങൾക്കുമപ്പുറം ഞാൻ നിൻ്റെ ആത്മാവിനെ സ്നേഹിക്കുന്നു ദേവി. വാക്കുകൾ പൂർത്തീകരിക്കുന്നിടത്ത് അവളുടെ നെറുകയിൽ അവൻ്റെ ചുംബനപ്പൂക്കൾ പെയ്തു തുടങ്ങിയിരുന്നു. ഇടതടവില്ലാതെ കുഞ്ഞു പൂക്കൾ അവളുടെ ദേഹത്തേക്ക് പെയ്തിറങ്ങവേ ദേവു അവനിലേക്ക് തന്നെ അഭയം തേടി ചാഞ്ഞു പോയിരുന്നു. അവനെ എതിർക്കുക എന്ന് ബുദ്ധി പറഞ്ഞപ്പോഴും ഹൃദയം മടിച്ചു. കൈകൾ ചതിച്ചു. അത് കൂടുതൽ അവനെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. നനഞ്ഞു കുതിർന്ന മുടിയിഴകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് അവൻ വഴി തേടവേ തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പുതപ്പിൽ നിന്നും ഹിമകണങ്ങൾ ഇറ്റു വീണു തുടങ്ങി. കുറവനും കുറവത്തിയും കണ്ണുപൊത്തി മൂടൽമഞ്ഞിൻ്റെ മടിത്തട്ടിൽ ഒളിച്ചിരുന്നു. ഒപ്പം മുളങ്കാടിൽ നിന്നും മലനാടിൻ്റെ തണുപ്പ് പെയ്തിറങ്ങി. തിരികെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അത്രയും ദേവുവിൻ്റെ മുഖം വീർത്ത് തന്നെ ഇരുന്നിരുന്നു. അത് കാണെ അഭിക്ക് ചിരിയും വരുന്നുണ്ടായിരുന്നു. നേരം ഇരുട്ടി തുടങ്ങി. ദേവു ശീതസമരത്തിൽ തന്നെയാണ്. അടുക്കളയിലൊന്നും കയറാറില്ല പുള്ളി. തൻ്റെ തട്ടിക്കൂട്ട് ഭക്ഷണമാണ് ഇരുവരും കഴിക്കാറ്. അത് തന്നെ കഴിക്കാൻ കണ്ണുരുട്ടുകയും ഭീഷണിപ്പെടുത്തുകയും വേണം ദേവുവിന്. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കുറച്ചു നേരം ഉമ്മറത്തിങ്ങനെ നടന്നു. അതൊരു പതിവാണ്. പതിയെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ താഴത്തെ മുറിയിൽ നിന്നും ശബ്ദം കേൾക്കാനുണ്ട്. കാലുകൾ യാന്ത്രികമായി അങ്ങോട്ട് ചലിച്ചു. മുറിവാതിൽ തുറന്നിട്ടിട്ടുണ്ട്. കട്ടിലിൽ അലസമായി ഒരു നിശാഗന്ധി പുഷ്പം പോലെ അവൾ കിടക്കുന്നു. ചുണ്ടിൽ ചെറിയൊരു നനുത്ത ചിരിയുണ്ട്. കഴിഞ്ഞുപോയ മധുരമുള്ള നിമിഷങ്ങളൊട്ടാകെ ആ കണ്ണിൻ്റെ തിളക്കത്തിലുണ്ട്. ഞാൻ അരികിലെത്തിയപ്പോൾ ചിരി മറച്ചുകൊണ്ട് ചാടിപ്പിടഞ്ഞ് എഴുന്നേൽക്കാൻ ആളൊരു ശ്രമം നടത്തി. തൊട്ടടുത്ത നിമിഷം അഭി ഇരു കൈകളും അവൾക്ക് ഇരുവശമായി കുത്തിക്കഴിഞ്ഞിരുന്നു. മുഖത്തിനോട് ചേർന്നൊരു നിശ്വാസത്തിനുമപ്പുറം ആ മുഖം വിയർപ്പ് പൊടിഞ്ഞ് പാളിവരുന്ന നോട്ടങ്ങൾ, ഉള്ളിലാകെ മിന്നൽ പിണർപ്പുകൾ. ഉറങ്ങിയില്ലേ ചോദിക്കുന്നതിനൊപ്പം അവൻ അവളുടെ ഇടത്തെ കാതിലെ ജിമിക്കിയിൽ ഒന്ന് കടിച്ചു വിട്ടിരുന്നു. ദേവു പിടഞ്ഞുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. തൊട്ടടുത്ത നിമിഷം ഒന്നുകൂടെ അവൻ അവളിലേക്ക് ചാഞ്ഞിരുന്നു. ഇന്നത്തെ കാര്യങ്ങളാണോ ഈ മനസ്സിൽ? ഒരു കുസൃതി ചിരിയാൽ ചോദിക്കുന്നവനെ കാണെ അടിവയറിൽ നിന്നും ഒരു കുഞ്ഞു തണുപ്പ് ശരീരം ഒട്ടാകെ വ്യാപിക്കുന്നുണ്ട്. അത് മറക്കാൻ എന്നോണം പിന്നെയും പരിഭവം നടിച്ചു.
എന്തിനാണാവോ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ച് കെട്ടി വെച്ചേക്കുന്നേ? നിനക്കെന്നെ തടയാമായിരുന്നില്ലേ? എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യം കൂടെ കേൾക്കവേ ദേവു ഉത്തരം മുട്ടിക്കിടന്നുപോയി. പലപ്പോഴും ഞാൻ നിർത്തിയിടത്തു നിന്നു നീ തുടങ്ങിയിരുന്നു ദേവി. നീ അറിഞ്ഞോ അത്? നിന്റെ വിരലുകൾക്ക് വല്ലാത്തൊരു മുറുക്കമുണ്ടായിരുന്നു. അത് മുല്ലവള്ളി തേന്മാവിന് ചുറ്റും പോലെ എന്നെ ചുറ്റപ്പെട്ടിരുന്നു. നിന്റെ ഓരോ നോട്ടവും എനിക്കുള്ള താക്കീതായിരുന്നില്ല, മറിച്ച് എനിക്കുള്ള തുറന്ന ക്ഷണമായിരുന്നില്ലേ? മൗനം കൊണ്ട് നീ എനിക്ക് സമ്മതം തന്നിരുന്നില്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? അബി അവളുടെ ആത്മാവിലേക്കുള്ള വഴി തേടി. എനിക്ക് പോണം, മാറ്. ദേവു അവനെ ഒന്ന് തള്ളി മാറ്റാൻ നോക്കി. കുറേ കാലമായല്ലോ നീ ഇങ്ങനെ രക്ഷപ്പെട്ടു ഓടുന്നു. ഇനിയും അത് വേണ്ട. ചോദിക്കാൻ എനിക്ക് ഏറെയുണ്ട്, പറയാൻ നിനക്കും. അബിയുടെ മുഖം അവളുടെ മുഖത്തേക്ക് അടുത്തു വന്നു. ഞാനും മനുഷ്യനാണ്. ഒരു തെറ്റ് പറ്റിപ്പോയി. പ്രായശ്ചിത്തം ചെയ്യാൻ ഒരവസരം നൽകുന്നില്ലല്ലോ നീ. എനിക്കും വേണം ഒരു ജീവിതം, പ്രാണനായി കണ്ടവളുടെ കൂടെ. ഇനി എത്ര കാലം കാത്തു നിൽക്കണം ഞാൻ? ഒരൊറ്റ വാക്ക് തന്നാൽ മതി. ഇനി എന്നെ ഇട്ടേച്ചു പോവല്ലേ. എനിക്ക് നീയേ ഉള്ളൂ ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ. അതിനുമപ്പുറം ആരുമില്ല, ആരും. പറഞ്ഞു തീരുമ്പോഴേക്കും അതുവരെ സഹിച്ച വിരഹവേദന അബിയുടെ കണ്ണുകളിൽ നിന്നും പെയ്തിറങ്ങിയിരുന്നു. രാവണൻ കരയുന്നോ എന്നൊരു ചോദ്യം വന്ന് തിക്കുമുട്ടി ദേവുവിൻ്റെ ഉള്ളിൽ. കരയില്ല അബിയേട്ട, ദേവൂട്ടി ഇല്ലേ കൂടെ എന്നൊരു ചോദ്യവുമായി ഒരു 5 വയസ്സുകാരി ഉള്ളിൽ നിന്നും പുറത്തു ചാടാൻ വെമ്പൽ കൊണ്ടു. മൂർധാവിൽ ഒന്ന് തുകർന്നുകൊണ്ട് അവൻ മുറിവിട്ടിറങ്ങി. ദേവുവിൻ്റെ നിദ്രയും സ്വപ്നങ്ങളും ആ രാത്രി അബി കവർന്നെടുത്തു പോയി. മനസ്സവന് വേണ്ടി വാദിക്കുന്നു ഏറെ നേരം. ഓർമ്മകളുടെ കാറ്റിൽ ദേവുവിൻ്റെ ഉള്ളം ഒന്ന് പിടഞ്ഞു. കണ്ണുനീരൊപ്പിയ വിരലുകൾ ഇപ്പോഴും തണുത്തിരിക്കുന്നു. കഴിഞ്ഞുപോയ ഈ യാത്ര, രാമൽക്കേട്ടിലെ തടപ്പ്, അബിയേട്ടൻ്റെ നെഞ്ചിലെ ചൂട്, എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. എന്നാൽ ആ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത് നോക്കുമ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. അഭിമന്യുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം തികയുന്നു. ഒരിക്കലും താൻ അവനോട് അടുക്കുന്നില്ലെന്നും തൻ്റെ മനസ്സിൽ ഇപ്പോഴും പേടിയും ദേഷ്യവുമാണെന്ന് കരുതിയുമാണ് അഭിമന്യു അവളെ തിരികെ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കിയത്. എത്രയോ രാത്രികളിൽ ആ നെഞ്ചിൻ്റെ പിടച്ചിൽ അവൾ കണ്ടതാണ്. പക്ഷെ ഒരു നാൾ അവളുടെ മുന്നിൽ വന്ന് നിനക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട ദേവി, നിന്റെ ജീവിതത്തിന് ഇനിയൊരു ശാപമായി നിൽക്കില്ല. നീ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജീവിതം നിനക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞ് അത്രയും തകർന്നു പോയൊരു മനസ്സോടെ അവൻ അവളെ തിരികെയാക്കിയതാണ്. അന്ന് ആ പടിയിറങ്ങുമ്പോൾ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വാശിയും അഹങ്കാരവും മാത്രമാണ് ദേവു കണ്ടത്. പക്ഷേ ഈ കഴിഞ്ഞ 1 വർഷം അതൊരു നരകമായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ പഴയതുപോലെ അച്ഛൻ്റെ പെരുമാറ്റം, ചെറിയമ്മയുടെ കുത്തുവാക്കുകളും തന്നെയായിരുന്നു അവളെ സ്വീകരിച്ചത്. അന്നാണ് ദേവു തിരിച്ചറിഞ്ഞത് ഈ ലോകത്ത് തനിക്കൊരു സംരക്ഷണമായി, തണലായി, തനിക്കായി സംസാരിക്കാൻ അഭിമന്യു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അവൻ തന്നോട് കാണിച്ചിരുന്ന പരിഗണന, ആരും കാണാതെ തന്ന സ്നേഹം, കള്ളത്തരത്തോടെയുള്ള കുസൃതികൾ, ആ കണ്ണുകളിലെ പ്രണയം എല്ലാം അവളുടെ ഉള്ളിലേക്ക് തിരതള്ളി വരികയായിരുന്നു. താൻ വാശി പിടിച്ച് അകറ്റി നിർത്തിയത് തന്നെയൊന്നു മാത്രം സ്വന്തമാക്കി വെക്കാൻ കുതിച്ച ഒരു പാവം രാവണനെയായിരുന്നു എന്ന് അവൾ വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു. ഇന്ന് അനിയത്തിയുടെ വിവാഹ നിശ്ചയമാണ്. അച്ഛൻ മുൻകൈയെടുത്ത് അഭിമന്യുവിനെയും ക്ഷണിച്ചിട്ടുണ്ട്. വീട്ടിലുള്ളവർക്കെല്ലാം വന്നതിനേക്കാൾ വേഗത്തിൽ ദേവു അവൻ്റെ കൂടെ തിരികെ പോകണമെന്നാണ് ആഗ്രഹം. കാരണം അഭിമന്യു എന്ന പേരിൻ്റെ തണൽ അവൾക്കും ആവശ്യമായിരുന്നു. പക്ഷേ ദേവുവിൻ്റെ ഉള്ളിലെ ഭയം മറ്റൊന്നായിരുന്നു. താൻ മനസ്സുകൊണ്ട് അവൻ്റെ അടുക്കളേക്ക് ഓടിച്ചെല്ലാൻ കൊതിക്കുമ്പോഴും തൻ്റെ ഉള്ളിലെ ആ പഴയ വാശി ഇപ്പോഴും പൂർണ്ണമായും മാറ്റിവെക്കാൻ ഒരു മടി. ആ വാശി മാറ്റിവെച്ചാൽ തന്നിൽ എന്തൊരു കുറവ് വരുന്നത് പോലെ, അവൻ ജയിച്ചു പോയെന്ന് വരുത്തി തീർക്കേണ്ടി വരുമോ എന്നൊരു വെറുതെയുള്ള പേടി. എങ്കിലും ആതിഥേയരുടെ കൂട്ടത്തിൽ അഭിമന്യുവും എത്തിച്ചേർന്നിരുന്നു. കറുത്ത കുർത്തയും മുണ്ടുമെടുത്ത് അവൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദേവുവിൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചുപോയി. അവൻ കൂടുതൽ ഗൗരവക്കാരനായിരിക്കുന്നു. ആ നീലക്കണ്ണുകളിൽ പഴയ പ്രണയത്തിൻ്റെ തിളക്കമില്ല, പകരം വല്ലാത്തൊരു ശാന്തതയാണ്. വീട്ടിലേക്ക് കയറി വന്നവൻ എല്ലാവരോടും മാന്യമായി സംസാരിച്ചു. അച്ഛൻ്റെ വിശേഷങ്ങൾ തിരക്കി, അനിയത്തിയെ അനുഗ്രഹിച്ചു. പക്ഷേ ദേവുവിന് മാത്രം അവൻ അധികം മുഖം കൊടുത്തതേയില്ല. ഒരിക്കൽ പോലും അവളെ ഒന്ന് നോക്കാൻ അവൻ മുതിർന്നില്ല. അതിഥികളിൽ ഒരാളായി, തികച്ചും അപരിചിതനായ ഒരു ബന്ധുവിനെ പോലെ അവൻ പെരുമാറി. ഇടയ്ക്കെപ്പോഴും അവൾ കാപ്പി ഗ്ലാസുമായി അവൻ്റെ മുന്നിലേക്ക് ചെന്നപ്പോൾ അവളിലേക്ക് കണ്ണുകൾ ഉയർത്താതെ വേണ്ട എന്നൊരൊറ്റ വാക്കിൽ അവൻ ഒഴിഞ്ഞു മാറി.
തൊട്ടരികിൽ ഉണ്ടായിരുന്നിട്ടും കാറ്റിൻ്റെ വേഗതയിൽ അവളിലെ പെണ്ണിനെ അറിയുന്നവനായിരുന്നിട്ടും ഇത്രമേൽ അകലം പാലിക്കുന്നത് ദേവുവിൻ്റെ കരളിനെ തുളച്ചു കയറി. അവൻ തന്നോട് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും ആശ്വാസമായേനെ ഇതിപ്പോൾ ആഴത്തിലുള്ളൊരു മൗനം. അപ്പോഴാണ് ദേവു തിരിച്ചറിഞ്ഞത്, പ്രണയിക്കുന്നവൻ്റെ കോപത്തേക്കാൾ ഭീകരമാണ് അവൻ്റെ ഈ അവഗണന എന്ന്. തൻ്റെ വാശിയും അഹങ്കാരവും അവനിൽ ഉണ്ടാക്കിയ മുറിവ് എത്ര വലുതായിരുന്നു എന്ന് അവൾക്ക് ഏകദേശം മനസ്സിലായി. വിവാഹ നിശ്ചയത്തിൻ്റെ ചടങ്ങുകളെല്ലാം ഭംഗിയായി അവസാനിച്ചു. ബന്ധുക്കളെല്ലാം പിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ അഭിമന്യുവും യാത്ര പറയാനായി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അമ്മാവ. ചടങ്ങുകളൊക്കെ നന്നായി നടന്നു, അഭിമന്യു ശാന്തനായി പറഞ്ഞു. അപ്പോൾ അച്ഛൻ അഭിയുടെ കൈകളിൽ പിടിച്ച് ദേവുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അഭിമന്യു, മോൻ ഒരു നിമിഷം നിൽക്ക്. എനിക്കറിയാം എൻ്റെ മകൾ നിനക്ക് തന്നത് വല്ലാത്ത വേദനയാണെന്ന്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ അച്ഛന് നന്നായിട്ടറിയാം. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായി കണ്ടു കരുതി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മറന്ന് വീണ്ടും ഒന്നായിക്കൂടെ മോനെ? അവളെയും കൂട്ടി നിനക്ക് വീട്ടിലേക്ക് പോയിക്കൂടെ? അച്ഛൻ്റെ ആ വാക്കുകൾ കേട്ടതും ദേവുവിൻ്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അവൾ പ്രതീക്ഷയോടെ ആഴമുള്ള പ്രണയത്തോടെ അഭിമന്യുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ഉള്ളിലെ വാശിയെല്ലാം ആ നിമിഷം അലിഞ്ഞില്ലാതായിരിക്കുന്നു. എന്നെ കൂട്ടിക്കൊണ്ടു പോകൂ എന്നവളുടെ വിടർന്ന കണ്ണുകൾ അവനോട് യാചിക്കുന്നുണ്ടായിരുന്നു. അഭിമന്യു പതിയെ ദേവുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. 1 വർഷത്തിനു ശേഷം അവൻ അവളുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ചൊന്ന് നോക്കി. ആ നോട്ടത്തിൽ പഴയ അതേ പ്രണയക്കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ ആ നോട്ടം വീണ്ടും പിൻവലിച്ചു. ഒട്ടും യോജിച്ചു പോകുന്നില്ലെങ്കിൽ അടുത്തു മാറ്റുന്നത് തന്നെയാണ് നല്ലത്. ഞാനായിട്ട് ആരെയും ഇനിയും എൻ്റെ ജീവിതത്തിൽ കുരുക്കിട്ട് നിർത്തില്ല. മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ആവാം. മുൻകൂട്ടി എന്നോടൊരു വാക്ക് പറയണമെന്നേ ഉള്ളൂ, അഭി ദേവുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ വാക്കുകളിൽ ദേവുവിന് തൻ്റെ ഹൃദയം രണ്ടായി പിളരുന്ന പോലെ തോന്നി. എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ലെന്നും നിങ്ങളാണ് എൻ്റെ ലോകമെന്നും പറഞ്ഞു ഓടി അവൻ്റെ നെഞ്ചിലേക്ക് വീഴാൻ അവൾക്ക് തോന്നി. പക്ഷെ അതിനുള്ള അർഹത തനിക്കുണ്ടോ? ഉള്ളി വിങ്ങുന്നു. ഹൃദയം കരഞ്ഞു തുടങ്ങിയിട്ട് നിമിഷങ്ങളായി. അത് ഇനിയും അവൻ്റെ മുന്നിൽ നിന്നാൽ വലിയൊരു പൊട്ടിക്കരച്ചിലായി പുറത്തേക്ക് വരുമെന്ന് തോന്നിയ നിമിഷത്തിൽ ദേവു പതിയെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് കടന്നു. നീ ഇതെന്താ ഇങ്ങനെ? വായിൽ തോന്നിയതൊക്കെ പറയാമെന്നാണോ? തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ ഒരു പിണക്കം രണ്ടാളും ഊതിപ്പെരുപ്പിച്ച് വലുതാക്കരുത്. അഭിയുടെ ഉറ്റ സുഹൃത്ത് കിഷോർ ദേവുവിൻ്റെ സങ്കടം കണ്ട് അഭിയോട് തട്ടിക്കയറി. പിന്നെ ഞാൻ എന്ത് വേണം? അവളോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ. പക്ഷേ ഈ ഇഷ്ടവും പ്രണയവും ഒന്നും പിടിച്ചു വാങ്ങേണ്ടതല്ലല്ലോ. എനിക്കിനിയും വയ്യ വിഡ്ഢിവേഷം കെട്ടാൻ. ഈ ലോകത്ത് അഭി ഒരു ന്യായമില്ലാത്ത കാര്യം ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവളോട് മാത്രമാണ്. അവളുടെ ഉള്ളു കാണാതെ ഒരിക്കലും അവളെ വിവാഹം ചെയ്യാൻ ഞാൻ പാടില്ലായിരുന്നു. അന്ന് ഞാൻ എൻ്റെ ഭാഗം മാത്രമേ നോക്കിയുള്ളൂ. അതിപ്പോൾ തിരുത്താൻ പറ്റാത്ത തെറ്റായി എൻ്റെ മുന്നിൽ വന്ന് നിന്ന് എൻ്റെ ഉറക്കം പോലും കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ ഇരുവരും. ആ തിരിച്ചറിവ് വരാൻ എനിക്കല്പം വൈകി. ഇനിയും ആർക്കും ഞങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല. ആരും അതിനുവേണ്ടി ശ്രമിക്കുകയും വേണ്ട. അഭി തീർപ്പ് കൽപ്പിക്കും പോലെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. വാതിലിനരികിൽ ചുമരം ചാരി നിന്ന് നിറകണ്ണുകളോടെ അവനെ നോക്കുന്ന ദേവുവിനെ കണ്ടപ്പോഴാണ് അവൻ നിന്നത്. ഞാൻ ഒഴിഞ്ഞു പോയേക്കാം. നിന്റെ ജീവിതം ഒരിക്കലും ഞാനായിട്ട് നശിപ്പിക്കില്ല. എനിക്കല്പം സമയം തന്നാൽ മതി. വേവുന്ന മനസ്സോടെ അഭി ദേവുവിനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേവു ഒരക്ഷരം മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. പൊടുന്നനെ അഭി കുനിഞ്ഞുകൊണ്ട് അവളുടെ കാലിലൊന്ന് തൊട്ടു. ക്ഷമിക്കണം, ഈ നശിച്ച ജീവിതത്തിലേക്ക് നിന്നെയും കൂടെ വിളിച്ചിട്ടതിന്. അത്രയും പറഞ്ഞുകൊണ്ട് അഭി വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. ദേവു തരിച്ചു നിന്നുപോയി. അവൻ്റെ കണ്ണിൽ നിന്നും മിറ്റി വീണ ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കാൽപാദത്തെ അന്നേരവും പൊള്ളിക്കുന്നുണ്ടായിരുന്നു. ഇതിലും ഭേദം എന്നെ അങ്ങ് കൊന്നു തന്നോടെ എന്നവൾക്ക് ചോദിക്കണമെന്ന് തോന്നി അവനോട്. ദേവുവിൻ്റെ അനിയത്തിയുടെ വിവാഹത്തിന് കണിയാനെ കാണാനും മുഹൂർത്തം കുറിക്കാനുമെല്ലാം അഭി ഓടി നടന്നു. വസ്ത്രമെടുക്കലും കല്യാണക്കുറി അടിക്കലും ബന്ധുക്കളെ ക്ഷണിക്കലും എല്ലാമായി ദിവസങ്ങൾ മുന്നോട്ടോടി. പലവട്ടം പല സ്ഥലത്ത് വെച്ചും അഭിയും ദേവുവും മുഖാമുഖം കണ്ടുവെങ്കിലും അഭി ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ദേവുവിനെ പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല. ദേവു അത് അവഗണനയായി കണ്ടപ്പോൾ അഭിയുടെ ഉള്ളിൽ ദേവുവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒഴിഞ്ഞുമാറൽ മാത്രമായിരുന്നു അത്. അവളെ കാണുമ്പോൾ ഇരച്ചു വരുന്ന സങ്കടവും കുതിച്ചുയരുന്ന ഹൃദയവും അവൻ പണിപ്പെട്ട് ഒതുക്കിക്കൊണ്ടിരുന്നു.
അനിയത്തിയുടെ വിവാഹ ദിവസം നിറത്തിലുള്ള സാരിയിൽ ഒരുങ്ങിയിറങ്ങിയ ദേവുവിൽ അന്ന് വല്ലാത്തൊരു വശ്യതയുണ്ടായിരുന്നു. അന്നത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം ഇന്നാണ് ദേവുവിനെ ഇത്രയും സന്തോഷത്തിൽ കാണുന്നതെന്ന് എല്ലാവർക്കും തോന്നി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്ന വിഷാദവും സംഘർഷവും എങ്ങോ മാഞ്ഞു പോയ പോലെ തോന്നി അബിക്ക്. കണ്ണുകൾ തമ്മിൽ കൊരുത്ത ഒരു നിമിഷം ഒറ്റപ്പിരികം ഉയർത്തി എന്താ എന്ന് ആംഗ്യം ചോദിക്കുന്നവൾക്ക് ചുമൽ ഒന്ന് വെട്ടിച്ച് ഒന്നുമില്ലെന്ന് മറുപടി കൊടുത്തു കഴിഞ്ഞിരുന്നു അബി. വിവാഹ തിരക്കുകൾ ഒഴിഞ്ഞു തുടങ്ങി. കല്യാണ വീട്ടിൽ വീട്ടുകാർ മാത്രം ബാക്കിയായി. ഏറ്റവും ഒടുവിൽ അബിയും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. പലവട്ടം അവൻ കണ്ണുകൾ ദേവുവിനെ തിരഞ്ഞെങ്കിലും നിരാശയായിരുന്നു ഫലം. മേലെടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്രയും അബിയുടെ ചിന്ത ദേവുവിനെ കുറിച്ച് തന്നെയായിരുന്നു. പറഞ്ഞു വരുന്ന കണ്ണുകളെ വരുതിയിലാക്കാൻ അവൻ നന്നെ ബുദ്ധിമുട്ടി. മേലേടത്തെ മുറ്റത്തേക്ക് വണ്ടി ഒതുക്കുമ്പോൾ ചെറിയ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പേമാരി മാറി ചെറിയ ചാറ്റൽ മഴ ഭൂമിയെ പുൽകുന്നുണ്ടായിരുന്നു. മഴ നനഞ്ഞ മണ്ണിൻ്റെ ഗന്ധം അവിടം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടിൻ്റെ മേലാട പുതച്ച അന്തരീക്ഷത്തിൽ മുറ്റത്ത് നിൽക്കുന്ന മരത്തിലെ ചെമ്പകപ്പൂക്കൾ കറുത്ത ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു ഗന്ധം ഇന്നവക്ക്. അബി ബുള്ളറ്റിൽ നിന്നിറങ്ങി ഉമ്മറത്തെ വെട്ടം തെളിയിച്ചുകൊണ്ട് പതിയെ അകത്തേക്ക് കയറാനൊരുങ്ങി. പൊടുന്നനെ പിറകിൽ നിന്നും ഒരു കൊലുസിൻ്റെ ശബ്ദം. അവൻ മുന്നോട്ട് വെച്ച കാൽ അവൻ പിന്നോട്ട് വലിച്ചുകൊണ്ട് നിശ്ചലനായി അങ്ങനെ നിന്നു അല്പനേരം. പ്രിയപ്പെട്ടതെന്തോ അരികിൽ വന്ന് നിൽക്കുന്നെന്ന ഉൾവിളിയിൽ തിരിഞ്ഞു നോക്കിയ അബി കാണുന്നത് ദേവുവിനെയായിരുന്നു. ചുവന്ന പട്ടുടുത്ത് നിൽക്കുന്നവളുടെ അരയോളം വീണു കിടക്കുന്ന കാർമേഘത്തിൻ്റെ നിറമുള്ള തലമുടി. വിടർന്ന മിഴികളിൽ ഇനിയും അടക്കി നിർത്താൻ വയ്യെന്ന പോലെ പ്രണയം തെന്നിത്തെറിക്കുന്നു. അബി വിറക്കുന്ന കാലടികളോടെ ദേവുവിൻ്റെ അരികിലേക്ക് നീങ്ങി. താൻ ഒന്ന് കൈ നീട്ടിയാൽ പോലും അവൾ ഒന്നാകെ ആർത്തലച്ച് തന്നിലേക്ക് പെയ്തു പോവും എന്നവന് തോന്നി. ഇരുവരുടെയും ചുണ്ടുകൾ വിതുമ്പാൻ വെമ്പി നിൽക്കുകയായിരുന്നു. അങ്ങകലെ നിന്ന് ഓടിയെടുത്ത ഒരു പാതിരാക്കാറ്റ് ചെമ്പക ചില്ലകളിൽ ഒളിച്ചപ്പോൾ ചെമ്പക മരത്തിനൊന്ന് ഇക്കിളിപ്പെട്ടു. അത് കുലുങ്ങി ചിരിച്ചു. ഇരുവരുടെയും ദേഹത്തേക്ക് ഒരു കുടം ചെമ്പകം ഞെട്ടറ്റ് വീണു. അബി കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി. ദേവു നെഞ്ചിൽ വീണൊന്ന് തേങ്ങി കരയാൻ വെമ്പി. അബി വിറക്കുന്ന വിരലുകൾ അവളുടെ മുഖത്തിന് നേരെ കൊടുന്നു. ഒന്ന് തൊട്ടോട്ടെ ഞാൻ, അവൻ്റെ ശബ്ദം വിറച്ചു. ദേവു മെല്ലെ തലയാട്ടിക്കൊണ്ടൊന്ന് തേങ്ങി. അവൻ്റെ തണുത്ത വിരലുകൾ തൻ്റെ കവിളിൽ തലോടുന്നതും അത് പതിയെ തൻ്റെ പിൻകഴുത്തിലൂടെ ചുറ്റി തന്നെ ചേർത്ത് നിർത്തുന്നതും ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അവൾക്ക് തോന്നി. അബി പതിയെ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ നെറ്റിയിലേക്ക് നെറ്റി ചേർത്ത് വെച്ചു. ഇരുവരുടെയും കണ്ണുനീർത്തുള്ളികൾ നിമിഷങ്ങൾ കൊണ്ട് മഴയായി, പുഴയായി, കടലായി. ദേവിയുടെ ഓരോ പിടച്ചിലോടെയുള്ള നോട്ടങ്ങളിലും അസുരഹൃദയം പ്രണയം കൊണ്ട് കുളിർന്നു. അവളുടെ മാറിലേക്ക് പതുങ്ങിക്കൂടാൻ അവന് തോന്നി. നിമിഷങ്ങൾ യുഗങ്ങളായി. വിണ്ണിലൊളിച്ച മഴത്തുള്ളികൾ പിന്നെയും കണ്ണുപൊത്തി മണ്ണിലേക്ക് കൊതിച്ചു. പ്രകൃതിയുടെ സ്വരം മാറി, ഗന്ധം മാറി, നിറം മാറി. അസുരദേവി സംഗമത്തിനായി അത് കാത്തിരുന്നു. വിറക്കുന്ന ചുണ്ടുകളോടെ മുറിക്കപ്പെട്ട ഹൃദയത്തോടെ അവൻ അവളെ തന്നെ നോക്കി. ദേവി, ആർദ്രമായി അവൻ്റെ സ്വരം. ആ ഒരൊറ്റ വിളിയിൽ ദേവുവിൻ്റെ നിയന്ത്രണം വിട്ടുപോയി. അവൾ തൻ്റെ രാവണനിലേക്ക് അലകൾ തീർത്തൊഴുകി. അവനെ ഇറുകെ പുണർന്നുകൊണ്ട് അവൾ തേങ്ങി. മൂവാണ്ട മാവിലെ ചില്ലയിൽ പതുങ്ങിയ കുയിൽ പെണ്ണ് അത് കാണെ പതിയൊന്ന് കൂവി. മുറ്റത്തെ കുറ്റിമുല്ലച്ചെടി തേന്മാവിലേക്ക് പടർന്നു കയറിക്കൊണ്ട് കണ്ണു പൊത്തിച്ചിരിച്ചു. ചുറ്റും ചിതറി ഓടുന്ന പാതിരക്കാറ്റൊരു നിമിഷം നിശ്ചലമായി. ഇനിയൊന്നും എൻ്റെ കൂടെ കാണുവോ? അവളുടെ കാതോട് അവൻ പതിയെ ചോദിച്ചു. മറുപടിയായി അവൾ അവനെ ഒന്നൂടെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. തൊട്ടടുത്ത നിമിഷം അബി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ഉറക്കെ കരഞ്ഞിരുന്നു. തേങ്ങിക്കരയുന്നവൻ്റെ കറുത്ത മുടിയിഴകൾ കോർത്തു വലിച്ചുകൊണ്ട് ദേവു മൗനമായി അങ്ങനെ തന്നെ നിന്നു. വാഴയിലേക്ക് ചൂടുള്ള ഉരുട്ടി ഓരോന്നായി നീട്ടി അവനെ ഊട്ടുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴും അവളുടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികൾ അവൻ അതരങ്ങൾ കൊണ്ട് തടയവേ ഇതുവരെ അറിയാത്തൊരു അനുഭൂതിയിൽ അവൾ ആഴ്ന്നു പോയിരുന്നു. അവളുടെ ഓരോ നോട്ടവും ചലനങ്ങളുമെല്ലാം തനിക്കുള്ള തുറന്ന ക്ഷണമാണെന്ന് അവന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇരുവർക്കും പറഞ്ഞു തീർക്കാൻ ഒരു വിരഹകാലം മുന്നിൽ നീണ്ടു നിവർന്നു കിടപ്പുണ്ടായിരുന്നു. അതിനുമപ്പുറം ജീവിച്ചു തീർക്കാൻ ഒരിക്കലും പറ്റാത്ത ഒരു പ്രണയകാലവും. രാത്രിയുടെ കുളിരിൽ ഹൗസ് ബോട്ടിൻ്റെ പതുപതുത്ത മെത്തയിൽ അമരുമ്പോൾ ദേവുവിൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു.
ഇതുവരെ കാണാത്തൊരു ഭാവത്തിൽ തനിക്ക് ഇരുവശവും കൈകൾ ഊന്നിക്കൊണ്ട് നിൽക്കുന്ന അഭിയുടെ കണ്ണുകൾ നിലാവെളിച്ചത്തിൽ ഓളം വെട്ടുന്നുണ്ടായിരുന്നു. പലപ്പോഴും അവനിൽ നിന്നും കനൽപ്പൂവുകൾ പോലെ ഒരു ചുംബനങ്ങൾ അവളിൽ പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു. അത് ഞെട്ടറ്റു വീഴുന്നിടമെല്ലാം അവൾക്ക് പൊള്ളിപ്പിടയുന്നുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ആ പിടച്ചിൽ അവളിൽ ലഹരി നിറക്കുന്നുണ്ടായിരുന്നു. അവനിൽ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ ഉയർന്നു പൊങ്ങി. സ്നേഹം പ്രണയമായും പ്രണയം കാമമായും കടലായും പരിണമിച്ചു. തനിക്കരികിൽ കിടക്കുന്നവൾ ഒരു ജന്മം മുഴുവൻ താൻ പൂജിച്ച് ഉള്ളിൽ കൊണ്ട് നടന്നവളാണ്. അതുകൊണ്ട് തന്നെ ആ രാത്രി അവനൊരു കൂടിച്ചേരലിനുമുപരി ഒരർപ്പണം കൂടിയായിരുന്നു. അവളുടെ വിറക്കുന്ന അധരങ്ങളും വെളുത്ത മുല്ലമൊട്ടുകൾ പോലുള്ള പല്ലുകളും നീണ്ട മൂക്കും താമരമുട്ടു പോലെയുള്ള കണ്ണുകളും അവൻ്റെ വികാരം ആളിക്കത്തിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും അവനിൽ നിന്നും പ്രണയം തീക്കടൽ പോലെ തിളച്ചുയരുന്നത് ദേവു കണ്ടു. രാവണപ്രണയം. രാത്രിയുടെ യാമങ്ങളിൽ പലപ്പോഴും അവനിൽ അസുരനും ദേവനും ഒന്നിച്ചു പിറന്നു. പ്രണയം കൊണ്ട് അവൻ ദേവനായപ്പോൾ തന്നിൽ വീണലയുന്നവളുടെ വികാരവിക്ഷോഭങ്ങൾ അവനിൽ പലപ്പോഴും അടക്കി നിർത്തിയിരിക്കുന്ന അസുരഭാവങ്ങളെ തൊട്ടുണർത്തി. ആഴങ്ങളിൽ അഭിമന്യു തൻ്റെ ഇണയെ തേടുമ്പോൾ പലപ്പോഴും അവളും സ്വരൂപിയായ ദേവിയും ജ്വലിച്ചുയരുന്ന കാളിയുമായി രൂപം മാറിക്കൊണ്ടിരുന്നു. കായൽക്കാറ്റിൻ്റെ നേർത്ത അതിർവരമ്പുകൾ അല്ലാതെ ഇരുവർക്കും ഇടയിൽ മറ്റൊന്നും അന്നേരം തടസ്സം നിന്നിരുന്നില്ല. ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളികളും കുതിച്ചുയരുന്ന ശ്വാസവും ഉമിനീർ തുമ്പിൽ നിന്നും ഞെട്ടറ്റു വീഴുന്ന ചുംബനങ്ങളും ഇരുവരെയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ നിർത്തിയിടത്ത് നിന്നും അവൾ തുടങ്ങിയും അവൾ തളരുന്നിടത്ത് നിന്ന് അവൻ ഊർജം പകർന്നു. ഒരു രാത്രി. രാത്രിയുടെ 7-ാം യാമങ്ങളിൽ പോലും അവർ പ്രണയിച്ച് കൊതി തീരാതെ പരസ്പരം അലയുകയായിരുന്നു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഏത് തരത്തിലുള്ള സ്റ്റോറിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ പറയുക. അതേപോലെയുള്ള സ്റ്റോറിയുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. താങ്ക് യു. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.